1990 മുതൽ സീരിയലുകളിലൂടെയും ചെറിയ സിനിമകളിലൂടെയുമാണ് ദർശന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം. 2002 പുറത്തിറങ്ങിയ മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെ നായകനിരയിലേക്ക്. കറിയ, കലാസിഫല്യ, ജഗ, നവഗ്രഹ, സാരഥി, ബുൾബുൾ, യജമാന, റോബോട്ട്, കറ്റേര തുടങ്ങിയ വിജയ ചിത്രങ്ങളിലൂടെ ദർശൻ തിളങ്ങി. 2006 തുഗ്ദീപ പ്രൊഡക്ഷൻ എന്ന പേരിൽ പ്രൊഡക്ഷൻ ഹൗസിന് തുടക്കമിട്ടു. മികച്ച നടനുള്ള കർണാടക സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അവസാനമായി ഇറങ്ങിയ ചിത്രം കറ്റേര വമ്പൻ വിജയമായിരുന്നു. ഈ വർഷത്തെ ഇതുവരെയുള്ള കന്നഡയിലെ ഏറ്റവും വലിയ വിജയവും ഈ ചിത്രം തന്നെ. എന്നാൽ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ജീവിതത്തിൽ അത്ര സൂപ്പർ സ്റ്റാർ അല്ല. ഗാർഹിക പീഡനം, വിവാദ പരാമർശങ്ങൾ തുടങ്ങി ദർശന് പിടിച്ച പുലിവാലുകൾക്ക് കയ്യും കണക്കുമില്ല. ഇപ്പോഴിതാ കൊലപാതകവും. ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമിയുടെ കൊലപാതകത്തിലാണ് താരത്തെ അറസ്റ്റ് ചെയ്തത്. ജൂൺ 9 ബംഗളൂരുവിലെ സോമനഹള്ളിയിൽ ഒരു പാലത്തിന് താഴെ അഴുക്കുചാലിൽ നിന്നും രേണുക സ്വാമിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ആദ്യം പോലീസ് ഇതൊരു ആത്മഹത്യയാണെന്നാണ് കരുതിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അന്വേഷണത്തിനിടെ സാമ്പത്തിക തർക്കത്തിനിടെ രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയെന്ന് ഏറ്റുപറഞ്ഞ് 3 പേർ കീഴടങ്ങിയിരുന്നു. തുടർന്ന് 9 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിൽ ദർശന്റെ പങ്ക് പുറത്തുവന്നത്. ദർശനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന കന്നഡ നടി പവിത്ര ഗൗഡയെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ച് രേണുക സ്വാമി ശല്യപ്പെടുത്തിയിരുന്നെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ചിത്രദുർഗയിലെ അപ്പോളോ ഫാർമസി ശാഖയിൽ ജോലി ചെയ്യുകയായിരുന്നു രേണുക സ്വാമി. പവിത്രയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു. ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിലെത്തിച്ച രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു. ഇതാദ്യമായല്ല ദർശൻ ഒരു കേസിൽ പ്രതിയാവുന്നത്. 2011 ഭാര്യ വിജയലക്ഷ്മിയുടെ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ദർശനെ അറസ്റ്റ് ചെയ്തിരുന്നു. ദർശൻ ക്രൂരമായി മർദ്ദിച്ചെന്നും ചെവിക്ക് 4 തുന്നലുകൾ വേണ്ടി വന്നെന്നും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചെന്നും വിജയലക്ഷ്മി ആരോപിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിജയലക്ഷ്മി ICUവിൽ ചികിത്സയിലായിരുന്നു. ഭാര്യയുമായുള്ള വഴക്കിനിടെ 3 വയസ്സുകാരനായ സ്വന്തം മകനെ ദർശൻ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ദർശനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 2021 മൈസൂരിലെ ഹോട്ടലിൽ വെയിറ്ററെ മർദ്ദിച്ചു എന്നാരോപിച്ചും ദർശനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ പിന്നീട് കേസ് ഒത്തുതീർപ്പായി. 2022 ദർശൻ ഭീഷണിപ്പെടുത്തിയെന്ന പേരിൽ കന്നഡ സിനിമാ നിർമ്മാതാവായ ഭരത് പോലീസിൽ പരാതി നൽകിയിരുന്നു. 2023 ദേശാടന പക്ഷിയെ കൈവശം വെച്ചതിനും ദർശനെതിരെ കേസുണ്ട്. കഴിഞ്ഞ വർഷം കത്തേര എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം ബംഗളൂരുവിലെ ഒരു ബാറിൽ വെച്ച് നടത്തിയതും പ്രശ്നമായി. എന്തായാലും കൊലക്കേസിൽ കൂടി പ്രതിയാകുന്നതോടെ താരത്തിന്റെ ഭാവി ഇനി കണ്ടറിയണം.